പക്ഷെ ഭയങ്കര വെയിലായി പോയില്ലേ? ഇവിടെ കൊള്ളാട്ടാ. അമ്മാവ മറന്നു കയറാൻ. ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്ന ഒരു കൊല്ലംകോട് യാത്രയാണ് കേട്ടോ. ആൻഡ് ബിറ്റ്സ് ആൻഡ് പീസസ് ഓഫ് മൈ ലൈഫ് അങ്ങനെയും പറയാം. നമ്മൾ ഇവിടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ ആ സ്കൂട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ, അപ്പോൾ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഗൃഹോപകരണങ്ങൾ വനിതൻ്റെ പേരിൽ നമ്മൾ മിതമായ നിരക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുള്ള ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഓഫീസിൽ പോയിട്ട് വരികയാണ് വന്നുകൊണ്ടിരിക്കണം. കാർ ഇവിടെ നിർത്തിയിട്ടില്ല, കുറച്ച് ഫ്രണ്ടിലാണ് നിർത്തിയിട്ടില്ല. അപ്പോൾ അവിടെ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒട്ടും പ്ലാൻ ചെയ്യാത്തുള്ളൊരു ട്രിപ്പ് ആയതുകൊണ്ടും വ്ളോഗ് ആയതുകൊണ്ടും ഇതിൽ ഒരുപാട് ക്യൂട്ട് മൊമെൻറ്റ്സ് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അത് എൻജോയ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ടൈം 2:03 നമ്മളത് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോവാണ്. എവിടെ പോണു ശിവ? നമ്മളെ കുറേ സിനിമകളിലുള്ള കടയാണ് അയ്യപ്പേട്ടൻ്റെ കട. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോണത്. അവിടെ പോയി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് കഴിക്കും, അതല്ലെങ്കിൽ തിരിച്ച് ഈ പോയ വഴി തിരിച്ച് അങ്ങോട്ട് വരണം. പക്ഷെ വഴി കുറച്ച് നമുക്ക് ഉള്ളോട്ട് പോകണം. ആണ് നമ്മൾ തേടി വന്ന സ്ഥലം. നമ്മളിപ്പോൾ ടോക്കൺ എടുത്തിട്ടുണ്ട് കേട്ടോ. 55 ടോക്കൺ നമ്മൾ മുന്നേ അച്ഛൻ്റെ ഫ്രണ്ട്സിനോട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങളൊക്കെ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ വന്നപ്പോൾ അത്ര തിരക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ വേഗം ടോക്കൺ എടുത്ത് വെച്ചു. അതെന്തായാലും പിന്നീട് ഉപകാരമായി. പിന്നീട് ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ ആർക്കും ഫുഡ് കിട്ടുന്നില്ല, കുറേ നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. പക്ഷെ നമുക്ക് പെട്ടെന്ന് നേരത്തെ ടോക്കൺ എടുത്ത് വെച്ചുകൊണ്ട് തന്നെ അവർ വേഗം വിളിക്കുകയുണ്ടായി. പക്ഷേ ഒരു 2:30 ആ ടൈമിലാണ് നമ്മൾ കഴിക്കാനിരുന്നത്. അതുകൊണ്ട് തന്നെ നോൺ വെജ് ഐറ്റംസ് ഒക്കെ തീർന്നായിരുന്നു. ഫുൾ മീൽസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ലാസ്റ്റ് ഈ ചില്ലി ചിക്കൻ മാത്രമേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മാത്രം 2 പ്ലേറ്റ് വാങ്ങി. ഫുഡ് നല്ല ഫുഡായിരുന്നു, നല്ല ഹോംലി ഫുഡായിരുന്നു. ആൻഡ് റീസണബിൾ പ്രൈസും ആണ്. അപ്പോൾ ഇങ്ങോട്ടേക്ക് വരുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നേരത്തെ കൂട്ടി ഒരു 12:30 1 മണി ആ ടൈമിൽ തന്നെ എത്താൻ നോക്കാം കേട്ടോ. പായസം ചോറും റേറ്റും കുറവ്. അച്ഛൻ പറയൂ. റേറ്റും കുറവ്, ഫുഡ് നല്ലത്, ചിക്കനും റേറ്റ് കുറവ്, ചിക്കനും നന്നായിട്ടുണ്ട്. ഓക്കെ, ചിക്കു പറയൂ. ഫുഡ് ഇഷ്ടപ്പെട്ടു. കഷ്ടപ്പെട്ട് ഇത്ര ക്യൂ നിന്ന് ഇഷ്ടപ്പെട്ട ഭക്ഷണം കിട്ടിയപ്പോൾ ഭയങ്കര ഒരു ഇഷ്ടം തോന്നുന്നു. ഫുഡൊക്കെ കഴിച്ച ശേഷം എന്തായാലും കൊല്ലംകോട് വരെ വന്നല്ലേ, ഈ കുടിലിട്ടം കൂടി കാണാതെ പോകുന്നത് മോശമല്ലേ. അതുമാത്രമല്ല ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഇതിനെക്കുറിച്ചിട്ട് കുറേ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും ഒന്ന് കയറി നോക്കാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറി പോയതാണ്. ഒരു ടിക്കറ്റിന് വരുന്നത് 20 രൂപയാണ് കേട്ടോ. ഇവിടെ മെയിനായിട്ട് ഈ ഓലമീനിലുള്ള കുടിലുകൾ, റാന്തൽ വിളക്ക്, അതേപോലെ ഏറുമാടം, അങ്ങനെയുള്ള സെറ്റപ്പൊക്കെ നല്ല അടിപൊളിയായിരുന്നു കാണാനായിട്ട്. കുറേ താറാവും പിന്നെ കോഴികളും പ്രകൃതി രമണീയമായിട്ട് നല്ല അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. പിന്നെ നിങ്ങൾ സിറ്റിയിലൊക്കെ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ട് വരേണ്ട ഒരു സ്ഥലം കൂടിയാണ്. ഭയങ്കര രസമുണ്ട്. പക്ഷെ ഭയങ്കര ഉച്ചയായിപ്പോയി ഇവിടെ എത്തിയപ്പോൾ. ഇപ്പോൾ ഏകദേശം ടൈം 3:15 ആയിട്ടുണ്ടാവും. പക്ഷെ നല്ല രസമുണ്ട്, വൈബുണ്ട്. അച്ഛൻ ഇവിടെ നിൽക്കണം, ഇവർ രണ്ടുപേരും ഇവിടെ നല്ലത്. പക്ഷെ ഭയങ്കര വെയിലായി പോയില്ലേ? തിറാന്തലൊക്കെ വെച്ചിരിക്കണ. പാലക്കാടുള്ള ആൾക്കാർക്ക് ഈ നെല്ലും വയലും ഇതൊന്നും വലിയ പുതുമയുള്ള കാര്യമായിരിക്കില്ല. പക്ഷെ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ ഇതൊന്നും കാണാതെ വരുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇത് കുറച്ചും കൂടി ഒരു പുതിയൊരു അനുഭവമായിരിക്കും. എത്രയാവും ഫീസ്? എത്രയാവും വണ്ടിയില്? 200. അമ്പോ, റേറ്റ് കൂടുതലാണ് ചേച്ചി. വണ്ടി ഡ്രൈവർ ഇത് അതൊക്കെയോ സോഷ്യൽ സയൻസ് ക്ലാസ്സിൽ പഠിച്ചൊരു ഓർമ്മയുണ്ട് എനിക്ക്. ഇവിടെ സെറ്റിലായോ? ഇവിടെ കൊള്ളാട്ടാ. അമ്മാവ മറന്നു കയറാൻ. ഏതമ്മാവൻ? ആ ഒരു വെളുത്ത താടിക്കാരൻ. ഞാൻ ആദ്യമായിട്ട് കാണണേ ഇങ്ങനത്തെ. മറ്റേത് കണ്ടിട്ടുണ്ട്, ഇത് കണ്ടിട്ടില്ല. ഇതേ അച്ഛൻ അവിടെ ഇരിക്കുന്നു. ഇങ്ങോട്ട് ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളൊക്കെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഈ ഒരു സ്ഥലത്തേക്ക് ഒരു ഉച്ച കഴിഞ്ഞിട്ടൊക്കെ വന്നാൽ മതിയോ. ഭയങ്കര വെയിലാണ് ഇപ്പോൾ, പക്ഷെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. കണ്ട, ഞാൻ ഈ വീഡിയോസൊക്കെ എടുത്തിരുന്നു. പക്ഷേ എൻ്റെ കണ്ണ് പുളിച്ചിട്ട് ഈ വെയിലത്ത് ഇങ്ങനെ തട്ടിരിക്കുകയായിരുന്നു. പക്ഷെ അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ ഗൈസ് ദേ അങ്ങനെ വീടെത്തിരിക്കുകയാണ്. വീടെത്തി ഫ്രഷായി ഞാൻ ദേ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു കേട്ടോ. ഇപ്പോൾ ഏകദേശം ടൈം ഒരു 5:20 5:30 ആയിട്ടുണ്ട്. കാരണം പാട്ടൊക്കെ വെച്ച് തുടങ്ങി. കേൾക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ഇന്നത്തെ ഈ കൊല്ലംകോട് പോകുന്നതും. വേറൊരു കാര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ആ കാര്യത്തിന് പോയി കഴിഞ്ഞ ശേഷം ഞങ്ങൾ കുറച്ചൊന്ന് ഫുഡൊക്കെ കഴിക്കാൻ ഇറങ്ങി. അങ്ങനെ ചെറുതായിട്ടൊന്ന് ചുറ്റി അങ്ങനെ നേരെ വീട്ടിലോട്ട് വരികയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ പോയി വന്ന ശേഷം എനിക്ക് ഇത്തിരി ടാൻ അടിച്ച പോലെ ഉണ്ട് കേട്ടോ.
എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ അത്രയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ എന്താ യൂട്യൂബ് ഷോർട്ട് വീഡിയോ ഒരു ഷോർട്ട് വീഡിയോ എടുക്കാമെന്നും ഒരു ലോങ് വീഡിയോ എടുക്കാമെന്നും പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു സൺഡേ ആയതുകൊണ്ട്. അതും ഏകദേശം ഒരു ഫ്ലോപ്പായി കിടക്കുകയാണ്. അപ്പോൾ ആ വീഡിയോസും ഇപ്പോൾ എടുക്കാൻ പറ്റുമോ എന്നറിയില്ല. അങ്ങനെ നോക്കാൻ വേണ്ടി ഇരിക്കുന്നു. ഭയങ്കര ഡീഹൈഡ്രേറ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഒരു ജ്യൂസൊക്കെ കുടിച്ചിട്ട് വരാം. ഓക്കെ. ടൈം ഏകദേശം ഒരു 7 മണി ആവാറായി കേട്ടോ. അപ്പം ഇന്ന് കൊല്ലങ്കോട് പോയതിൻ്റെ സ്റ്റോറിക്ക് വെച്ചതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇനി കുറച്ച് നേരം കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ ഫേസിലും കൂടി ഈ ഒരു മാസ്ക് അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്കപ്പോൾ കാണാം. അപ്പോൾ പുറത്തൊക്കെ പോയി വന്ന് ഒരുപാട് വെയിൽ കൊണ്ട് കാരണം എൻ്റെ സ്കിൻ ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയാണ്, അതുപോലെ ടാൻ ആയിട്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് എനിക്ക് ആ ഒരു ബേണിങ് സെൻസേഷനൊക്കെ പോയതിട്ട് സ്കിന്നിലുണ്ടായിരുന്നത്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ വീടെത്തിയ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ഒരു റെഡ്നെസ് ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ ഒരു ഫേസ് പാക്ക് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാനായിട്ട് പോവാണ്. ഈ ഒരു പാക്ക് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ എടുക്കുക, അതായത് നല്ലതാണോ, അതിൽ എന്തൊക്കെ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് അങ്ങനെയുള്ളൊരു സെപ്പറേറ്റ് വീഡിയോ അല്ലെങ്കിൽ റിവ്യൂ വീഡിയോ ആയിട്ട് എന്തായാലും ചാനലിൽ ഉടനെ വരുന്നതായിരിക്കും. സോ ഞാൻ ഈ ഒരു വീഡിയോയിൽ അതിനെക്കുറിച്ച് ബാക്കി കാര്യങ്ങളൊന്നും തന്നെ പറയുന്നില്ല കേട്ടോ. നല്ല വ്യത്യാസം മുഖത്ത് ശരിക്കും ഉണ്ട്, സത്യമായിട്ടുണ്ട്. ആ കവളൊക്കെ കണ്ടോ, നല്ല ഷൈനിങ് വന്നോ. പാക്കൊക്കെ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു ടോണർ അപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ടോണറിന് ശേഷം നോർമലി ഒരു സ്കിൻ കെയർ റുട്ടീൻ ഫോളോ ചെയ്യുമ്പോൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന റുട്ടീനാണ് ഈ ഒരു ഫോക്സ്റ്റൈലിൻ്റെ ഓവർനെറ്റ് ഗ്ലോ മാസ്ക് എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യാന്നുള്ളത്. അപ്പോൾ ഞാനിത് എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം. ബോട്ടലിലാണ് ഇത് വരുന്നത്. നമുക്ക് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് കണ്ടില്ലേ, വളരെ ഈസിയാണ്. ഇതാ, ആൻഡ് ലിറ്റിൽ എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് എടുക്കുക, നമ്മുടെ ഫേസിൽ ഇതുപോലെ ഡയറക്റ്റായിട്ട് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഗ്ലോ മാസ്കിൻ്റെ കൺസിസ്റ്റൻസി പറയുകയാണെങ്കിൽ വളരെ ലൈറ്റ് വെയിറ്റ് ആണ്. ശരിക്കും ഒരു സെറം ലൈക്ക് കൺസിസ്റ്റൻസി എന്ന് പറയാൻ പറ്റും. എന്നാൽ നമ്മുടെ സ്കിന്നിലുള്ള വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് ഇതെല്ലാം പതിയെ നമ്മൾ യൂസ് ചെയ്യുന്ന കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്ന സമയത്ത് എല്ലാം ക്ലിയർ ഔട്ടായി പോകുന്നുണ്ട്. കുട്ടി കുട്ടി ബംസും ക്ലിയർ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഫോക്സ്റ്റൈലിൻ്റെ ഓവർനൈറ്റ് ഗ്ലോ മാസ്ക് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു ഫ്യൂ വീക്സ് ആയിട്ടുണ്ടാവും. അപ്പോൾ എനിക്ക് തോന്നിയ ഡിഫറൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമലി നമ്മളൊരു കെമിക്കൽ എക്സ്ഫോലിയേറ്റർ യൂസ് ചെയ്യുമ്പോൾ അതിപ്പോൾ AHA ആയിക്കോട്ടെ, BHA ആയിക്കോട്ടെ, അല്ലെങ്കിൽ PHA ആയിക്കോട്ടെ, ഏത് കെമിക്കൽ എക്സ്ഫോലിയേറ്റർ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് സെറം രീതിയിലാണെങ്കിലും എങ്ങനെ യൂസ് ചെയ്യുകയാണെങ്കിലും അത് നമ്മുടെ സ്കിന്നിലുള്ള ഔട്ടർ മോസ്റ്റ് ലെയർ ഉണ്ടല്ലോ, അവിടെ ആയിരിക്കും എല്ലാ പണികളും പറ്റിയിരിക്കുന്നുണ്ടാവുക. അതായത് നമ്മുടെ ഡാർക്ക് സ്പോട്ട്സ് അല്ലെങ്കിൽ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ള ഏരിയ അതെല്ലാം ഈ ഔട്ടർ മോസ്റ്റ് സ്കിന്നിലായിരിക്കും. ഡെഡ് സ്കിൻസ് ഉണ്ടാവും, ഡെഡ് സെൽസ് ഉണ്ടാവും, അതെല്ലാം കിടക്കുന്നുണ്ടാവും. ഇനി ഇതിപ്പോൾ എന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു 20 വയസ്സ് 21 വയസ്സൊക്കെ കഴിയുന്ന സമയത്ത്, ഇപ്പോൾ മോസ്റ്റ്ലി അതിനെക്കാട്ടി ഏർലി സ്റ്റേജിൽ തന്നെ നമ്മുടെ സ്കിന്നിന് ഇപ്പോൾ കൊളേജൻ പ്രൊഡക്ഷനൊക്കെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്നുണ്ടെന്ന് അറിയായിരിക്കും. പക്ഷേ അതെല്ലാം നമ്മുടെ സ്കിന്നിന് സ്വന്തമായിട്ട് റിപ്പയർ ചെയ്യാനുള്ളൊരു കഴിവുണ്ട്. ആ റിപ്പയർ എന്ന് പറയുമ്പോൾ ഒരു 2 വീക്സ് കൂടുമ്പോൾ നമ്മുടെ സ്കിൻ സ്വന്തമായിട്ട് അങ്ങോട്ട് റിപ്പയർ ചെയ്യും. പിന്നെയും ഒരു 2 വീക്സ് കഴിയുമ്പോൾ പിന്നെയും അങ്ങോട്ട് റിപ്പയർ ചെയ്യും. പക്ഷേ ഡയറ്റ് കാരണം അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തുള്ള പൊല്യൂഷൻ, സൺലൈറ്റ്, UV അതൊക്കെ കാരണം ഇത് കുറച്ചും കൂടി നീണ്ടുപോകും. ഇപ്പോൾ 2 വീക്സ് എന്നുള്ളത് ഒരു 3 വീക്സ്, ഒരു 20 ഏജ് മുതൽ തന്നെ അല്ലെങ്കിൽ 21+ ഉള്ള ആൾക്കാർ മതി. അങ്ങനെയുള്ള ആൾക്കാർ എന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിനെ കുറച്ചും കൂടി പ്രൊട്ടക്ട് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സ്കിന്നൊന്ന് റിപ്പയർ ചെയ്തെടുക്കാനാണ് ഇങ്ങനെയുള്ള കെമിക്കൽ എക്സ്ഫോലിയേറ്റർ യൂസ് ചെയ്യാറുള്ളത്. നറിഷിംഗ് മോയ്സ്ചറൈസർ കൂടി അപ്ലൈ ചെയ്യുന്നുണ്ട് എൻ്റെ സ്കിന്നിൽ. ഇപ്പം ഞാൻ കുറേ ആയിട്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, മോയ്സ്ചറൈസർ ഞാൻ കുറച്ച് നിറയെ അങ്ങോട്ട് അപ്ലൈ ചെയ്യാറുണ്ട്, രാവിലെയും വൈകിട്ടൊക്കെ തന്നെ. അതാണ് ഈ ബോട്ടിൽ ഇത്രയും കാലി ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ കുറേ ആയിട്ട് ഞാൻ എൻ്റെ നൈറ്റ് ഹെയർ കെയർ റുട്ടീനും കൂടി ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. കുറച്ചൊരു ഗ്യാപ്പ് വിട്ടുപോയി, അതുകൊണ്ട് തന്നെ ഹെയർ ഭയങ്കരമായിട്ട് ഒരു കൊഴിഞ്ഞു പോവുക അല്ലെങ്കിൽ സ്പ്ലിറ്റൻസ് വരിക അങ്ങനത്തെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒന്ന് ബാക്ക് ടു ട്രാക്ക് ആയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹെയറിൻ്റെ ആ ഒരു ടെക്സ്ചറിലെ ഇമ്പ്രൂവ്മെൻറ്റ് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും. എൻ്റെ ഹെയർ ടെക്സ്ചർ കുറച്ചും കൂടി കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എന്തായാലും ഇന്നിപ്പോൾ കുറേ പുറത്തൊക്കെ പോയി അലഞ്ഞതല്ലേ, അതുകൊണ്ട് തന്നെ ഹെയറിലൊരു സെറമൊക്കെ അപ്ലൈ ചെയ്ത് വൃത്തിയായിട്ട് ഉടൻ കോമ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കോമ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ലൂസായിട്ടൊന്ന് പിന്നീടും. ഇത് നോർമലി എപ്പോഴും ചെയ്യാറുള്ള കാര്യമാണ്. ഇത് കൂടാതെ ഞാനൊരു ഹെയർ ഗ്രോത്ത് സെറം കൂടി ഇപ്പോൾ ട്രൈ ചെയ്യുന്നുണ്ട്, ഒരു ഹെയർ റീഗ്രോത്തിന് വേണ്ടിയിട്ട്. ഞാനൊരു ടോപ്പ് 5 മസ്റ്റ് ഹാവ് പ്രൊഡക്ട്സ് എന്ന രീതിയിൽ ഒരു വീഡിയോ ചെയ്യുന്നുണ്ട്. അത് കൂടാതെ ഇനി സെപ്പറേറ്റ് ആയിട്ട് റിവ്യൂ വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് പറയണേ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ ഒട്ടും പ്ലാൻഡ് അല്ലാതെ എടുത്തൊരു കുട്ടി ബിറ്റ്സ് ആൻഡ് പീസസ് ഓഫ് മൈ ലൈഫ്, അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു സംഭവമായിരുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ ചാനലിലുള്ള മറ്റു വീഡിയോസ് അല്ലെങ്കിൽ എൻ്റെ കണ്ടന്റ് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും മാക്സിമം ഷെയർ ചെയ്തേക്കാം കേട്ടോ. അപ്പം ഇനി അടുത്ത വീഡിയോയിൽ കാണാം.